നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഓഗസ്റ്റ് 30 ശനി 2025 വാർത്തകളിലേക്ക്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദ GDP വളർച്ചയിൽ രാജ്യത്തിന് വൻ കുതിച്ചുചാട്ടം. 7.8% വളർച്ചയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 മാസം രാജ്യം കൈവരിച്ചത്. പ്രതീക്ഷിച്ചതിനേക്കാൾ 1 പോയിന്റ് കൂടുതലാണിത്. US തിരിച്ചടക്കാനിരിക്കെ ഈ വളർച്ച കേന്ദ്ര സർക്കാരിന് ആശ്വാസമായി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ വളർച്ച 6.5% മാത്രമായിരുന്നു. അതേസമയം ട്രംപ് ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ച 50% ഇറക്കുമതി തീരുവയുടെ ആഘാതം ഈ മാസം മുതലാണ് വ്യക്തമാവുക. ഇത് ജൂലൈ സെപ്റ്റംബർ പാദത്തിലെ GDPയെ ബാധിച്ചേക്കുമെന്നാണ് നിരീക്ഷണം. ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88.29 ആയി. അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% ഇറക്കുമതി തീരുവയെ തുടർന്ന് വിപണിയിൽ രൂപപ്പെട്ട ആശങ്കകളാണ് മൂല്യത്തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. എണ്ണക്കമ്പനികളിൽ നിന്ന് ഡോളറിന് ഡിമാൻഡ് കൂടിയതും മൂല്യം ഇടിയാൻ കാരണമായി. ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപം കൊഴിയുന്നതും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായി. ട്രംപിന്റെ തീരുവ രാജ്യാന്തര വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് കോട്ടം തട്ടുമെന്ന വിലയിരുത്തൽ ശക്തമാണ്. സർക്കാർ വൈസ് ചാൻസലർ തർക്കം കാരണം സാങ്കേതിക സർവകലാശാല ജീവനക്കാർ ബുദ്ധിമുട്ടരുതെന്ന് സുപ്രീം കോടതി. തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് തൊഴുകൈയോടെ അഭ്യർത്ഥിക്കുകയാണെന്ന് ജസ്റ്റിസ് ജബി പർദിവാല അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിന് സർക്കാർ പ്രതികളെ അയക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് താൽക്കാലിക വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് ഹർജി നൽകിയത്. കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് വൈസ് ചാൻസലർ സെപ്റ്റംബർ 2 യോഗം വിളിച്ചിട്ടുള്ളത്. അംഗങ്ങൾക്ക് അറിയിപ്പ് നൽകിയത് മിനി കാപ്പനാണ്. പോലീസിനും യോഗത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി കത്ത് നൽകിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ദീർഘകാലമായി ഇടതംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. രാവിലെ 11 മണിക്കാണ് യോഗം ആരംഭിക്കുക. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം നീക്കി. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കയറ്റിവിടുമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് കളക്ടറേറ്റ് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചരക്കുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക ക്രമീകരണം ഒരുക്കും. ഇരുവശങ്ങളിൽ നിന്നും ഒരേ സമയം ചരക്ക് വാഹനങ്ങൾ അനുവദിക്കില്ല. ഹെയർപിൻ വളവുകളിൽ സ്ലോട്ട് തീരുമാനിക്കും. മണ്ണിടിച്ചിലുണ്ടായ 9ാം വളവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. DSP ഷാജിക്കാണ് അന്വേഷണ ചുമതല. വിശദമായ അന്വേഷണത്തിനാണ് പുതിയ സംഘത്തെ നിയമിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചു. DYSP വിനു കുമാറിനായിരുന്നു ആദ്യം അന്വേഷണ ചുമതല. ഇൻസ്പെക്ടർമാരായ സാഗർ, സജൻ, സൈബർ ഓപ്പറേഷൻ ഇൻസ്പെക്ടർ ഷിനോജ് എന്നിവരും സംഘത്തിലുണ്ട്. അന്വേഷണത്തിന് സൈബർ സംഘത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വലിയ അയ്യപ്പ ശാപമുണ്ടെന്നും ഇത് ഒഴിവാക്കാനാണ് ആഗോള അയ്യപ്പ സംഘം നടത്തുന്നതെന്ന് സംശയമുണ്ടെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. പാലക്കാട്ട് പോയ ജ്യോത്സ്യൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പരാതി പരമ്പരകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മനസാക്ഷിയുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പുറത്തുവന്ന വിവരങ്ങൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. തുറന്നു വരുന്നത് കേട്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ്. കൃത്യമായ തെളിവുകളോടെ നിൽക്കുമ്പോഴും കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു? പരാതി ഉയർന്നപ്പോൾ തന്നെ തേച്ചുമാച്ച് കളയാൻ ശ്രമിച്ചുവെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. പാലക്കാട് മണ്ഡലത്തേക്ക് വരണോ വേണ്ടയോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കട്ടെ എന്ന് കോൺഗ്രസ്. അഭിപ്രായം പറയാനില്ലെന്നും ഷാഫി പറമ്പിൽ MP. രാഹുലിനെ പാർട്ടിയിലേക്ക് വീണ്ടും എങ്ങനെ എത്തിക്കുമെന്ന് ചർച്ച ചെയ്യാനായി തന്റെ നേതൃത്വത്തിൽ A ഗ്രൂപ്പ് യോഗം ചേർന്നുവെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. CPM അജണ്ട മാധ്യമങ്ങൾ ഏറ്റെടുക്കുമെന്നും ഷാഫി പറഞ്ഞു. ഖദർ എണ്ണമെന്ന് പറഞ്ഞതിനെ ചിലർ തന്നെ പരിഹസിച്ചതിന് കാരണം ഇപ്പോഴാണ് തെളിഞ്ഞതെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. ഖദർ ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഖാദിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അടുത്തിടെ കോൺഗ്രസുകാരെ ഓർമ്മിപ്പിച്ച കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ എറണാകുളം പള്ളിമുക്കിലെ ഖാദി ഷോറൂമിലെത്തി എല്ലാവരും ഖദർ വസ്ത്രം വാങ്ങി ഈ ഓണക്കാലം കളറാക്കണമെന്നും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയുടെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർ ഭാഗത്ത് പിഴവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി. വയർ കുടുങ്ങിയ ട്യൂബ് തിരിച്ചെടുക്കാനുള്ള ചികിത്സ നൽകും. യുവതി വിദഗ്ധ ചികിത്സ സർക്കാർ സഹായത്തോടെ ഉറപ്പാക്കും. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സർക്കാരുമായി ആലോചിക്കും. ട്യൂബ് തിരിച്ചെടുക്കാൻ സാധിച്ചാൽ നഷ്ടപരിഹാരം നൽകും. സംഭവത്തിൽ തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ രാജ്കുമാറിനെ കേസ് എടുത്തിട്ടുമുണ്ട്. തൃശൂർ നഗരത്തിൽ ആംബുലൻസിന്റെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വഴിയൊരുക്കിയ വീഡിയോ വൈറലിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ ടെസ്റ്റ്. ആംബുലൻസ് രോഗിയില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തി. രോഗിയുണ്ടെന്ന് കരുതിയാണ് പോലീസ് ഉദ്യോഗസ്ഥ ആംബുലൻസിന് വഴിയൊരുക്കിയത്. പരിശോധനയിൽ ഡ്രൈവർ വീഡിയോ എടുത്ത് വണ്ടി ഓടിക്കുമ്പോഴാണ് കണ്ടെത്തിയെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു പ്രതികരിച്ചു. സംഭവത്തിൽ പിഴ ഈടാക്കി ആംബുലൻസ് ഡ്രൈവറെയും സഹായിയെയും വിട്ടയച്ചു. കേരള കേഡറിലെ IPS ഉദ്യോഗസ്ഥ D ശിൽപയെ കർണാടക കേഡറിൽ ഉൾപ്പെടുത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ അപ്പീൽ. സുപ്രീം കോടതിയിൽ കേന്ദ്രം ഈ സംബന്ധിച്ച അപ്പീൽ സമർപ്പിച്ചു.
കണ്ണൂരിൽ നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം തലമുറകൾക്ക് നൽകുന്ന സംഭാവനയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതിൽ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. പ്രഥമ കേരള ആയുഷ കായകൽപ്പ അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തത്തേങ്കലം വനത്തിൽ കല്ലമ്പാറ മാലയിൽ കുടുങ്ങിയ യുവാക്കൾക്കെതിരെ കേസെടുത്തു വനംവകുപ്പ്. അതിക്രമിച്ച് കയറിയുന്ന വകുപ്പ് ചുമത്തിയാണ് 3 യുവാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നാട്ടുകാർ പാറപ്പുറം സ്വദേശികളായ ഇർഫാൻ, ഷമീൽ, മുർഷിദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം വനത്തിലകപ്പെട്ടത്. വനംവകുപ്പ് RRT സംഘം എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണത്തിൽ ഗൃഹനാഥന് പരിക്കേറ്റു. നാദാപുരം ചിയ്യൂരിലാണ് നാടിനെ ആശങ്കയിലാഴ്ത്തിയ സംഭവം ഉണ്ടായത്. തയ്യിൽ ശ്രീധരനാണ് പരിക്കേറ്റത്. കഴുത്തിന് കടിയേറ്റ് സാരമായി പരിക്കേറ്റ ശ്രീധരന് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രഥമ ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിക്കുമെന്ന് NSS ആചാര ലംഘനമുണ്ടാകില്ലെന്ന് ദേവസ്വം മന്ത്രി ഉറപ്പു നൽകിയെന്ന് NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ വ്യക്തമാക്കി. കൊച്ചി വാട്ടർ മെട്രോയിൽ ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തേക്ക് സർവീസ് ആരംഭിക്കുന്നതിന് സംബന്ധിച്ച പഠനം നടത്തുന്നതിന് മുന്നോടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡ് ആരംഭിച്ചു. കൂത്താട്ടുകുളം നഗരസഭ അധ്യക്ഷനായി CPM വിമത കൌൺസിലർ കലാരാജു തെരഞ്ഞെടുക്കപ്പെട്ടു. പെരുങ്ങോട്ടുകാര ദേവസ്ഥാനം തന്ത്രി ഉണ്ണി ദാമോദരനും മരുമകൻ TA അരുണിനും എതിരായ പീഡന പരാതിക്ക് പിന്നിൽ ഹണി ട്രാപ്പ് പൂജയുടെ പേരിൽ വീഡിയോ കോൾ വഴി നഗ്നത പ്രദർശിക്കാൻ നിർബന്ധയാക്കിയെന്നും പിന്നീട് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തെന്നുള്ള ബംഗളൂരു സ്വദേശിയുടെ പരാതിയാണ് വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയത്. വ്യാജ പരാതി എന്ന് വ്യക്തമായത് തന്ത്രിയുടെ സഹോദരൻ മകൻ പ്രവീണിനെ 1ാം പ്രതിയാക്കി ബംഗളൂരു ബാനസവാടി പോലീസ് കേസെടുത്തു. ലോട്ടറിയുടെ മേലുള്ള നികുതി 25% നിന്നും 40% തീരുമാനത്തെ എതിർത്ത് MV ജയരാജൻ. വിഷയത്തിൽ കേന്ദ്ര ധനമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ പിതാവ് എയർ കമാൻഡർ മങ്ങാട്ടിൽ കരക്കാട് ചന്ദ്രശേഖർ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1954 ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവേശിച്ച MK ചന്ദ്രശേഖർ എയർ കമാൻഡറായി 1986 വിരമിച്ചു. തൃശൂർ ദേശമംഗലം സ്വദേശിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാന ചിഹ്നമായ ഡക്കോട്ട വിമാനത്തിന്റെ വൈമാനികയായിരുന്നു നീണ്ടകാലം എയർ കമാൻഡർ MK ചന്ദ്രശേഖർ. ലോസ് ആഞ്ചലസിൽ വാളുമായി നടുറോഡിൽ അഭ്യാസം കാണിച്ച സിഖ് യുവാവ് പോലീസിനെ വെടിയേറ്റ് മരിച്ചു. ഇയാൾ നടുറോഡിൽ വെച്ച് വാളുമായി പ്രകടനം നടത്തുന്നതിന്റെയും പോലീസ് നേരെ വാളുയർത്തി ഓടിയടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. കഴിഞ്ഞ ജൂലൈ മാസം 13-ാം തീയതിയാണ് 30-കാരനായ ഗുർപ്രീത് സിംഗ് വാളുമായി നടുറോഡിൽ അഭ്യാസം നടത്തി ലോസ് ഏഞ്ചലസ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റ് മരിച്ചത്. തന്റെയും ഉറ്റ ബന്ധുക്കളുടെയും ചിത്രങ്ങൾ അശ്ലീല വെബ്സൈറ്റുകൾ വൈറലായതിനു പിന്നാലെ കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് വ്യക്തമാക്കി ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. സഹോദരി അരിയാന, പ്രതിപക്ഷ നേതാവ് എല്ലി ഷെല്ലിൻ അടക്കമുള്ള സ്ത്രീകളുടെ വ്യാജ ചിത്രങ്ങളാണ് അശ്ലീല സൈറ്റുകൾ വൈറലായത്. എത്തിക്സ് ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തായ്ലാന്റ് പ്രധാനമന്ത്രി പെയ് തോങ്കാൻ ഷിനവ്രതയെ ഭരണഘടനാ കോടതി പുറത്താക്കി. 1 വർഷം മാത്രം അധികാരത്തിലിരുന്ന ശേഷമാണ് ഈ നടപടി. ഗാസയെ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഇസ്രായേൽ സൈന്യം യുദ്ധത്തിന് ഇടവേള അനുവദിച്ച് ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കാൻ നൽകിയിരുന്ന അനുമതിയും ഇസ്രായേൽ സൈന്യം റദ്ദാക്കി. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിലെ മധ്യസ്ഥതയ്ക്ക് ഇന്ത്യ അനുവദിക്കാത്തതാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയോടുള്ള നീരസത്തിന് കാരണമായതെന്നും ഇന്ത്യക്കെതിരെ തീരുവ വർധന നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് ട്രംപിനെ നയിച്ചതെന്നും റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ നടപടി ട്രംപിന്റെ നോബൽ സമ്മാനം എന്ന സ്വപ്നത്തിന് മങ്ങലേൽക്കാൻ കാരണമായതാണ് ഇന്ത്യക്കെതിരായ 50% തീരുവ ചുമത്താനുള്ള പ്രധാന കാരണമെന്ന് ജെഫ്രീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ചൈനീസ് സന്ദർശനം മുന്നോടിയുള്ള ചൈനയും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട പ്രാധാന്യം പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US-ഉമായുള്ള താരിഫ് തർക്കത്തിനിടയിൽ ജപ്പാനിൽ വെച്ചാണ് പ്രധാനമന്ത്രി മോദി ചൈനയുമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണെന്ന് പറഞ്ഞത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.